ഹായ്, എല്ലാവർക്കും ചെറിയ പ്ലസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജന. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് സൗത്ത് കൊറിയയിലെ ഒരു മാർക്കറ്റിലാണ്, ഒരു ട്രഡീഷണൽ മാർക്കറ്റിലാണ്. ഇതൊരു 60 വർഷം പഴക്കമുള്ളൊരു മാർക്കറ്റാണ്. പണ്ട് കാലത്ത് ഇവിടെ സോളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളും പിന്നെ കുറച്ച് അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങളും പിന്നെ ഇവിടെ അടുത്തുള്ളൊരു US മിലിറ്ററി ബേസ് എന്നുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഇവിടെ എന്തൊക്കെയുള്ളത് നമുക്ക് പോയി കാണാം. ഫസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഉള്ളിൽ ഈ വൻപയർ, മധുരമുള്ള വൻപയറില്ലേ, അത് നിറച്ചിരിക്കുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണ്. ഞങ്ങൾ ഈ ടൂറിന് ഒരു കുട്ടീനെയും കൂടി പരിചയപ്പെട്ടു. ഇത് ഗസാക്കിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. Hello, I'm Aiga. I'm from Kazakhstan. ഓക്കെ, ഞങ്ങൾ ഓരോ രാജ്യത്തു നിന്നുള്ള 1-2 പേരൊക്കെയാണുള്ളത്. ഈ ടൂറിന് ഏകദേശം 300 ഇന്ത്യൻ റുപ്പീസാണ് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇവരുടെ സ്ഥലങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂർ നടത്തുന്നതാണ്. അപ്പോൾ നമുക്ക് 2-3 പോസ്റ്റൊക്കെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് ഇവിടെയുള്ള സ്ഥലങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ടൂറിൻ്റെ ലക്ഷ്യം. ജി ഷട്ടിൽ ബസ്സിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു 4-5 പ്രാവശ്യമാണ് ടൂർ വരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആദ്യം വന്ന സ്ഥലമാണ് ഈ മാർക്കറ്റ്. ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കൂടി കാണാം. നമ്മളിവിടെ ഈ മാർക്കറ്റിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ കുറേ പ്രായമുള്ള അമ്മൂമ്മമാർ ആണ് ഈ മാർക്കറ്റിൽ കുറേ സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ വയലിലൊക്കെ ഉണ്ടാക്കുന്ന പച്ചക്കറികളൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതെന്ന്. ചഞ്ചിയോടുള്ള ഒരു പാർക്കിനുള്ളിൽ വന്നിരിക്കുകയാണ്. അടിപൊളി പാർക്കാണിത്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഉച്ച സമയം ആയതുകൊണ്ട് നല്ല വെയിലാണ്. ഇപ്പോൾ ഈ കൊറിയൻ ഡ്രാമയിലൊക്കെ കാണുന്ന പോലെ കുറേ അരയുന്ന ബോട്ടുണ്ട്. നമ്മൾ ആ സൈഡിലേക്കൊന്ന് പോയിട്ട് കാണാം. കൊറിയൻ ഡ്രാമ ഒക്കെ കാണുന്നവരാണെങ്കിൽ ഈ നായകനും നായികയും കൂടി
ഈ ഡേറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ മിക്കവാറും പോകുന്ന സ്ഥലങ്ങളാണ് ഈ അരയന്നം പോകുന്നത്. എല്ലാവരും കോഫി ഷോപ്പിൽ കോഫി കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈ റിവറിൻ്റെ സൈഡിൽ കൂടി കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച്. ഇനി 5 മണി മുതൽ 6 മണി വരെ 1 മണിക്കൂറുണ്ട്. എനിക്കാണെങ്കിൽ കോഫി അത്ര ഇഷ്ടമില്ല. ആൾക്കാർ ടെൻ്റൊക്കെ കൊണ്ടുവന്ന് വണ്ടിയിലൊക്കെ വന്നിട്ട് ഇവിടെ താമസിക്കുന്നതായിരിക്കില്ല, ചിലപ്പോൾ ഒരു ദിവസം ഒരു പകൽ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. നല്ല ടെൻറ്റുകൾ, ഫുഡൊക്കെ ഇവിടെ ഇരുന്നുണ്ടാക്കുക. നല്ല ഫുഡിൻ്റെ മണം വരുന്നുണ്ട്. നല്ല സെറ്റപ്പ്. ഇവിടെ കുറച്ച് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ എടുക്കാൻ വന്നത്, മീൻ പിടിക്കുന്ന വീഡിയോ ഇതെങ്ങനെയാണെന്നുള്ളത്. ബൈ. സൈക്കിൾ ഓടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. കുറേ പേര് സൈക്കിൾ ഓടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഹോളിഡേയ്സ് ആയതുകൊണ്ട് നീണ്ടു കിടക്കുകയാണ്. ഇതിലുള്ള ഫ്ലോട്ടിംഗ് ബോഡിയാണ്. അത് നല്ല രസമുണ്ട്. അടിപൊളി. ഇവിടെ നിറയെ സാധനം. അന്വേഷിച്ചോ. ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പെർമിഷൻ ഇല്ലെന്നാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ കയറാമെന്ന് പറഞ്ഞു. വാട്ടർ സ്കീയിങ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഒരു 30,000 പോണാണെന്നാണ് പറഞ്ഞത്. നല്ല രസമുണ്ട്. ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്ലോട്ടിംഗ് സ്ട്രക്ചറാണ്. 30,000 പോണാണ് ഇത് ചെയ്യാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫുൾ ഡ്രസ്സൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലം. നമുക്കിവിടെ വന്നിട്ട് വാട്ടർ സ്കീയിങ് വാട്ടർ സ്കീയിങ് ചെയ്യാൻ നമുക്ക് പഠിക്കാൻ വിടാം. കുറച്ച് ബോട്ടും ഉണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇതൊന്നുമില്ല. മുകളിൽ കയറാൻ പറ്റുമോ അവരോട് ചോദിച്ചു. കയറാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ വന്നത് അടിപൊളിയായി. കോഫി കുടിക്കാൻ പോകാതിരുന്നത് ഭാഗ്യം. ഏറ്റവും മുകളിൽ പോയിട്ടുള്ള വ്യൂ എന്താണെന്ന് നോക്കാം. ഇനിയും സ്റ്റെപ്പ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 3 ഫ്ലോർ ഉണ്ട്. എന്തായാലും ഇത് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. മീൻ പിടിക്കുന്നത് അവിടെയാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.